ജഗതി സുകൃതി ലോകൈർനന്ദിതാനന്ദിതാശ കളവിരണിത വംശീഭാസമാന സമാന പശുപയുവതി ഭോഗ്യ ദേവതാ ദേവതാസ സജല ജലദപാളി മേചകാസ്തു. ഗുരുവായൂരപ്പന് സാഷ്ടാംഗ നമസ്കാരം. ഗുരുവായൂരപ്പൻ്റെ ക്ഷണമാണ് ഡോക്ടർ നാരായണൻ നമ്പൂതിരിയിൽ കൂടെ ഡോക്ടർ വി കെ വിജയനിൽ കൂടെയൊക്കെ എനിക്ക് വന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ ക്ഷണം ആയി തന്നെ ഇതൊരു പ്രസാദമായിട്ടാണ് ഇവിടെ സംസാരിക്കാൻ, ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിൽ സംസാരിക്കാൻ അവസരം കിട്ടുന്നത് ഒരു പ്രസാദം, വിലപ്പെട്ട ഗുരുവായൂരപ്പൻ്റെ പ്രസാദം കിട്ടുന്നത് പോലെയാണ്. ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച ഡോക്ടർ, എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ പി നാരായണൻ നമ്പൂതിരി, കൃഷ്ണനാട്ട കലയുടെ മറ്റ് പല സംഗീതം മുതലായ കലകളുടെയൊക്കെ വളരെ വൈദഗ്ധ്യമുള്ള ഇപ്പോഴത്തെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ അതിൻ്റെ സൂപ്രണ്ട് ശ്രീ ഡോക്ടർ മുരളി പുറനാട്ടുകര, മറ്റ് ഭക്തജനങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഗുരുവായൂരപ്പൻ്റെ പ്രശസ്തി നൂറ്റാണ്ടുകളായി കേരളം കടന്ന് ഇന്ത്യ കടന്ന് വിദേശങ്ങളിൽ എല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ പെരുമ അത് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധേയങ്ങളായ രണ്ട് വലിയ ഭാവനാനിർമ്മിതങ്ങളായ രണ്ട് സാഹിത്യകൃതികളാണ് ശ്രീമദ് നാരായണീയവും അതുപോലെ തന്നെ കൃഷ്ണഗീതിയും. ഇത് രണ്ടും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ രണ്ട് കീർത്തി സ്തംഭങ്ങളാണ്. ഗുരുവായൂരപ്പൻ വിഷ്ണു കൃഷ്ണൻ എന്ന നിലയിൽ ഒക്കെ ലോകമൊക്കെ ആരാധിക്കുന്ന ആ ഗുരുവായൂരപ്പനായിട്ടുള്ള ഗുരുവായൂരിൽ നിന്ന് പ്രതിഷ്ഠയിൽ നമ്മുടെ മുമ്പിൽ മേൽപ്പത്തൂർ പറഞ്ഞതുപോലെ അന്തഭാഗ്യം ജനാനാം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ പ്രശസ്തിക്ക് പ്രധാന കാരണക്കാരായിട്ടുള്ള രണ്ട് ഉത്കൃഷ്ട ഗ്രന്ഥങ്ങളാണ് നാരായണീയവും കൃഷ്ണഗീതിയും. നിങ്ങൾക്കറിയാവുന്നതുപോലെ നാരായണീയം രചിച്ച മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും കൃഷ്ണഗീതി രചിച്ച മാനവേദ സാമൂതിരിപ്പാടും ഇവർ രണ്ടുപേരും ഏറെക്കുറെ സമകാലികന്മാരായിരുന്നു. 17-ാം നൂറ്റാണ്ടിലാണ് ഇവർ അവിടുന്ന്. ഇപ്പോൾ നമുക്കറിയാം 440-450 കൊല്ലത്തിനോട് അടുക്കുകയാണ് നമ്മൾ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഒരു 27 വയസ്സായ സമയത്താണ് നാരായണീയം രചിക്കുന്നത്. ആ സമയത്ത് മാനവേദൻ ജനിച്ചിട്ട് 3 വർഷമേ ആയിട്ടുണ്ട്. 3 വയസ്സാണ് മാനവേദന് അപ്പോഴത്തെ പ്രായം. അപ്പൊ കുട്ടിക്കാലം മുതൽ തന്നെ മാനവേദൻ നാരായണീയം രചിച്ച് അത് പ്രചാരമായി കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ, അതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ നാരായണീയം ധാരാളം വായിക്കുകയും ആസ്വദിക്കുകയും മനോഹരമായ ആ ഭക്തി കാവ്യം, ഗുരുവായൂരപ്പൻ്റെ പ്രത്യക്ഷ രൂപം ശബ്ദപ്രത്യക്ഷം എന്ന രീതിയിൽ നാം അനുഭവപ്പെടുന്ന നാരായണീയം, നമുക്ക് അനുഭവപ്പെടുന്ന നാരായണീയം ആ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊണ്ട് അതിൻ്റെ ശബ്ദശില്പഭംഗിയും നാരായണീയത്തിൻ്റെ അർത്ഥശില്പഭംഗിയും
അതിൻ്റെ രസഭാവ ശില്പഭംഗിയും എല്ലാം ഒരുപോലെ കണ്ട് ആസ്വദിച്ച് അനുഭവിച്ച് ഭക്തിയിൽ ലയിച്ച് നാരായണീയത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് മാനവേദൻ വളർന്നത്. മാനവേദ സാമഗ്രി നിങ്ങൾക്കറിയാവുന്നതുപോലെ കേരളം ഭരിച്ചിരുന്ന രാജാക്കന്മാരിൽ പണ്ഡിത ശ്രേഷ്ഠന്മാരായ ആളുകൾ ഉണ്ടായിരുന്ന വംശമാണ് സാമൂതിരി വംശം. മഹാകവികൾ, മഹായോഗീശ്വരന്മാർ, തത്വജ്ഞാനികൾ, ബഹുവിധ ദർശനങ്ങളിൽ പാരംഗതന്മാരായിട്ടുള്ള മനീഷികൾ, ഇങ്ങനെ ഒക്കെ നിറഞ്ഞ ഇങ്ങനെയുള്ള ഒരു വിഭാഗം ഭരണകർത്താക്കൾ നമുക്കുണ്ടായിരുന്നു. 18 കവികൾ എന്നൊക്കെ അറിയപ്പെടുന്ന പ്രസിദ്ധമായിട്ടുള്ള അതൊക്കെ ഈ സാമൂതിരി രാജവംശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അങ്ങനെ പരമഭക്തനായ മാനവേദ സാമൂതിരി വളരെ ചെറുപ്പം മുതൽ വൈഷ്ണവ ഭക്തിയുടെ, കൃഷ്ണഭക്തിയുടെ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം വളർന്നത്. അതിനെ വളരെ പോഷകമായി അതിനെ പോഷിപ്പിക്കുന്ന രീതിയിൽ നിരവധി കൃഷ്ണഭക്തി കാവ്യങ്ങൾ ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അവയൊക്കെ മാനവേദൻ നല്ലപോലെ വായിച്ച് പഠിച്ച് ഹൃദിസ്ഥമാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് കൃഷ്ണഗീതി എന്ന് പറയുന്ന മാനവേദ സാമൂതിരിയുടെ ഈ ഗീതി കാവ്യം ഇന്ന് അത് ഗീതി കാവ്യം എന്ന നിലയിലല്ല അറിയപ്പെടുന്നത്. അത് വലിയ ഒരു നാട്യ രംഗമായിട്ടാണ് അത് അനുഭവപ്പെടുന്നത്. കൃഷ്ണഗീതി എന്നിപ്പോൾ ആരും പറയാറില്ല. ടെക്സ്റ്റിന് പോലും കൃഷ്ണനാട്ടം എന്നാ പേര്. ഗുരുവായൂർ ദേവസ്വം അച്ചടിച്ച കൃഷ്ണഗീതി കാവ്യത്തിന് കൃഷ്ണനാട്ടം എന്നാണ് ദേവസ്വം പണ്ഡിതന്മാർ ചേർന്ന് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പം കൃഷ്ണനാട്ടം എന്ന് പറയുന്ന ഒരു കലാരൂപം അത് ഉടലെടുക്കാൻ ഇന്നിപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വരുമാനങ്ങളിൽ, സാമ്പത്തികമായ വരുമാനത്തിൻ്റെ ഏറ്റവും അധികം വഴിപാടുകൾ വരുന്നത് കൃഷ്ണനാട്ടത്തിനാണ്. അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള 8 കഥകൾ. അതുകൊണ്ട് കൃഷ്ണാഷ്ടകം എന്നതിനൊരു പേരുണ്ട്. അഷ്ടകം 8ആണ്. കൃഷ്ണാഷ്ടകം, കൃഷ്ണനാടകം എന്നൊക്കെ കൃഷ്ണനാട്ടത്തെ പറയും. അത് നാടകമായിട്ടാണ് അത് എഴുതിയ കാലം മുതൽ അഭിനയിക്കുന്നത് എന്ന് അതിൻ്റെ വ്യാഖ്യാനങ്ങളിലൊക്കെ നാം കാണുന്നു. അപ്പം അത് വെറും ഗീതികാവ്യമല്ല. അങ്ങനെയുള്ള കൃഷ്ണഗീതികാവ്യം, അതിനെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത്. കൃഷ്ണഗീതിയും നാരായണീയവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? നാരായണീയത്തിന് വലിയൊരു സ്വാധീനം കൃഷ്ണഗീതിയുടെ രചനയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ ആമുഖത്തിൽ പറഞ്ഞു. തീർച്ചയായും സഹൃദയന്മാരായിട്ടുള്ള ആളുകൾക്ക് ഈ 2 കൃതികളും വായിക്കുമ്പോൾ അതിൽ ശബ്ദശില്പത്തിൻ്റെയും അർത്ഥശില്പത്തിൻ്റെയും ഭക്തിയുടെ രസത്തിൻ്റെ, ഭക്തിയാണതിൽ അംഗീയായ രസം, ആ ഭക്തിയുടെ ഒക്കെ വിഷയത്തിൽ അതിൻ്റെ ശില്പങ്ങളിൽ വളരെ വലിയ സാദൃശ്യങ്ങൾ, പല പ്രയോഗങ്ങളും അങ്ങനെ തന്നെ മേൽപ്പത്തൂർ പ്രയോഗിച്ചതുപോലെ തന്നെ ഉപയോഗിച്ച് നമുക്ക് കാണാൻ കഴിയും. നാരായണീയം നിങ്ങൾക്കറിയാം, ഭാഗവതത്തിൻ്റെ സാരസംഗ്രഹമാണ്. കുട്ടി ഭാഗവതം എന്നാണ് നാരായണീയത്തെ പറയുന്നത്. ഭാഗവതം ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി എന്ന ശ്രീമദ് ഭാഗവത ഗ്രന്ഥം ഭഗവാന്റെ പ്രത്യക്ഷ രൂപമാണ്, ശബ്ദസ്വരൂപമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ നാരായണീയവും ഭഗവാന്റെ പ്രത്യക്ഷ രൂപമായിട്ടാണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ നാരായണീയത്തിനും കൃഷ്ണഗീതിക്കും തമ്മിൽ ചില ഭേദങ്ങളുണ്ട്. നാരായണീയം ആദ്യവും അവസാനവുമായി അത് കേട്ട് ആസ്വദിച്ച് ഭക്തിയുടെ പരമശതയിൽ, ഭക്തിയുടെ പാരമ്യത്തിൽ, തത്വജ്ഞാനത്തിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയൊരു സാഹിത്യ ഉപാധിയായിട്ടാണ് നാരായണീയത്തെ നാം മനസ്സിലാക്കിയിട്ടുള്ളത്.
അത് ശ്രവ്യാത്മകമാണ്. നിങ്ങൾക്കറിയാം, നവവിധ ഭക്തികൾ ഭാഗവതത്തിൽ പറയുന്നത് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്ന് 9 തരത്തിലുള്ള ഭക്തികളെ പറയുന്നു. ഈ 9 വിധ ഭക്തികളിൽ ആദ്യം പറയുന്നത് ശ്രവണം എന്നാണ്. കേൾക്കുക, സ്തോത്രങ്ങൾ, ഭഗവത് കഥകൾ കേൾക്കുക. കേട്ടിട്ട് വേണം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ, അതിൽ നിധിധ്യാസനം ചെയ്യാൻ, അതിൽ ധ്യാനം ചെയ്യാൻ. അപ്പം ആദ്യം ശ്രവണമാണ്. അപ്പം ഭഗവത് ഭക്തി വിധങ്ങളുടെ അതിലേക്ക് കയറാനുള്ള ആദ്യത്തെ സോപാനമാണ് ശ്രവണം. നാരായണീയം കേട്ട് രസിക്കാനുള്ളതാണ്, ശ്രവ്യകാവ്യമാണ്. അതുകൊണ്ട് ശ്രവണത്തിന് വളരെ പ്രാധാന്യം. പിന്നെ ശ്രവണം ആണ് സ്തോത്രങ്ങൾ എന്നുള്ളത് കൊണ്ട് ശ്രവണം വേണമെങ്കിൽ ഒരാൾ കീർത്തിക്കണമല്ലോ. കീർത്തിക്കാത്ത പാടുക. അപ്പൊ കീർത്തനം എന്നുള്ള രണ്ടാമത്തേത് പാടിയാലേ ശ്രവണമുള്ളൂ. ഒരാൾ പാടിയാലല്ലേ മറ്റൊരാൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ ശ്രവണം, കീർത്തനം ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് രണ്ടും ശ്രവ്യകാവ്യങ്ങളിലെ അനിവാര്യതയായിട്ടുള്ള 2 ഘടകങ്ങളാണ്. എന്നാൽ കൃഷ്ണഗീതി എന്ന് പറയുന്ന അതിൻ്റെ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് അതൊരു ഗീതിയാണ് എന്നാണ്. അപ്പൊ ഗീതി എന്ന് പറയുന്നത് എന്താണ്? പാട്ട്, ഗാനം. ഈ വളരെ ചുരുങ്ങിയ അർത്ഥത്തിലാണ് നമ്മൾ ഈ ഗീതി എന്ന പദത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഗീതി എന്ന പദം ആ അർത്ഥത്തിലല്ല മാനവേദൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ വളരെ ഗൗരവമായി ഗവേഷണം ചെയ്യേണ്ട ഒരു വിഷയമാണ്. മാനവേദൻ പരമഭാഗവതനായ മനവേദ സാമൂതിരി കൃഷ്ണ കഥ കണ്ടാസ്വദിക്കുന്നതിന് വേണ്ടി കേൾക്കുന്നതിനേക്കാളും എത്രയോ ശക്തിയാണ് കാണുന്നതിന്. കാണാൻ പോകുന്ന പൂരം കേട്ടറിയണമെന്ന് ചിന്തിക്കാൻ കഴിയുന്നു. കാണുമ്പോഴുള്ള ഒരു ആനന്ദത്തിന്റെ ഒരു ചെറിയ അംശം പോലും കേട്ടാലില്ല. അങ്ങനെയുള്ളതായിരിക്കുന്ന കൃഷ്ണഗീതി എന്ന പദം ഞാനത് പ്രത്യേകം സൂചിപ്പിക്കുന്നത് നാട്യശാസ്ത്രത്തിലെ ഭരതമുനിയുടെ നാട്യശാസ്ത്ര പരമാചാര്യനാണല്ലോ ഭരതമുനി, നാട്യശാസ്ത്ര കർത്താവ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരൊക്കെ എഴുതിയ കൃതികളിൽ ഗീതി എന്ന വാക്യത്തിന് നൃത്തം, ഗീതം, വാദ്യം ഇത് 3ഉം ചേർന്നതായിട്ടാണ് കാണുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം ഗീതം മാത്രമായിട്ട്, പാട്ട് മാത്രമായിട്ടില്ല. ഗീതം എന്ന വാക്ക് തന്നെ അതിൻ്റെ ഒപ്പം വാദ്യവുമുണ്ട്, അതിൻ്റെ രംഗാവിഷ്കാരമായ നൃത്തവും. അങ്ങനെ നൃത്തം, ഗീതം, വാദ്യം ഇത് 3ഉം ചേർന്നതാണ് ഇവിടെ ഗീതം എന്ന പദം സൂചിപ്പിക്കുന്നത്. ഇപ്പം കൃഷ്ണഗീതി എന്നതിലെ ഗീതി എന്ന പദം, അതിലെ ഗീതം, നൃത്തം, ഗീതം, വാദ്യം ഇത് 3ഉമാണ് കൃഷ്ണനാട്ടത്തിൽ പ്രധാനം. കൃഷ്ണനാട്ടത്തിൽ കൃഷ്ണഗീതി എന്ന് പറയുന്ന സാഹിത്യകൃതി 8 കഥകളായി അവതാരം മുതൽ സ്വർഗാരോഹണം വരെ ഭഗവാന്റെ കഥകൾ 8 കഥകൾ രംഗത്തിൽ അവതരിപ്പിക്കുന്നതിൽ അതിൽ ഹൃദയസംവേദാത്മകമായ അനുഭൂതിയുടെ പാരമ്യത്തിൽ നമ്മളെ എത്തിക്കുന്ന 3 ഘടകങ്ങളാണുള്ളത്. ഒന്ന് നൃത്തമാണ്, മറ്റത് ഗീതമാണ്, പിന്നെ വാദ്യമാണ്. അപ്പോൾ കൃഷ്ണഗീതി കാവ്യത്തിൻ്റെ 17ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട കൃതി അതിൻ്റെ കാല സമീപത്ത് അത് എഴുതി അധികം കാലം ആവുന്നതിന് മുമ്പ് തന്നെ അതിന് വ്യാഖ്യാനങ്ങൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. ആ വ്യാഖ്യാനങ്ങളിലൊക്കെ കൃഷ്ണ നൃത്ത നാടകം, ഗാനനൃത്തം എന്നൊക്കെയാണ് കൃഷ്ണനാട്ടത്തെ പറയുന്നത്. അപ്പോൾ നൃത്തം, ഗീതം, വാദ്യം ഇതിന് തുല്യ പ്രാധാന്യമുള്ള
ഇതുപോലെ കഥകളിയോ കൂടിയാട്ടമോ മറ്റ് കലാരൂപങ്ങൾ എടുത്തു നോക്കിയാൽ കൃഷ്ണനാട്ടം പോലെ ഇത്ര സമഞ്ജസമായി, അതിമനോഹരമായി, ഔചിത്യപൂർണമായി, സംവേദനക്ഷമമായി നൃത്തവും ഗീതവും വാദ്യവും യോജിച്ചു വരുന്ന ഒരു കലാരൂപം നമുക്ക് കാണാൻ പ്രയാസമാണ്. കൃഷ്ണനാട്ടത്തിൻ്റെ മുഖമുദ്രയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കലകളിൽ ഏറ്റവും മനോഹരമായ ഈ കലാരൂപം ഗാനം കൊണ്ടും നൃത്തം കൊണ്ടും വാദ്യം കൊണ്ടും അതിവിശിഷ്ടമായ അതിൻ്റെ ചേരുവയായ ഈ കൃഷ്ണനാട്ടത്തെ അങ്ങനെ ആ അർത്ഥത്തിൽ ആണ് കുഞ്ചൻ നമ്പ്യാർ പറയും, ആട്ടങ്ങളിൽ കൃഷ്ണനാട്ടം സുഖം, രാമനാട്ടം തുടങ്ങിയാൽ കോട്ടം വരും ദൃഢം. നോക്കൂ, കൃഷ്ണനാട്ടം ആയാൽ മാത്രമേ ആ ആട്ടം മംഗളമാവുള്ളൂ, ശുഭമാവുള്ളൂ. അതിന് കോട്ടമില്ലാത്തൊരു കലാരൂപം അത് കൃഷ്ണനാട്ടമാണ് എന്നാണ്. രാമനാട്ടം തുടങ്ങിയാൽ കോട്ടം വരും ദൃഢം എന്നാണ്. അപ്പം അതിനൊക്കെ കുറച്ച് ന്യൂനതകളുണ്ട് എന്ന് പറയും. കൃഷ്ണനാട്ടം ഒഴികെയുള്ള കലാരൂപങ്ങൾക്കൊക്കെ ചില ന്യൂനതകളുണ്ട്, ചില പോരായ്മകൾ അതിനുണ്ട്. അപ്പോൾ കൃഷ്ണനാട്ടത്തിൻ്റെ ഈ മേന്മ ഇത് ഇങ്ങനെ പല കവികൾ, പല വ്യാഖ്യാതാക്കൾ, പല കലാനിരൂപകന്മാർ ഒക്കെ കൃഷ്ണനാട്ടത്തിൻ്റെ, അത് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും ഉള്ള പല പണ്ഡിതന്മാരും തിയേറ്ററിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള, നാട്യപ്രയോഗങ്ങളെ കുറിച്ച് ഗാഠമായി ഗവേഷണം ചെയ്തിട്ടുള്ള മഹാപണ്ഡിതന്മാർ, മനീഷികൾ, അവരിതിനെക്കുറിച്ച് കൃത്യമായ അഭിപ്രായമുണ്ട്. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ അതിമനോഹരമായിരിക്കുന്ന ശ്രീകൃഷ്ണ ചരിതം, ഭാഗവതത്തിലെ കഥ, അത് ആവിഷ്കരിക്കുന്നതിൽ മറ്റേത് കാവ്യത്തിനേക്കാളും മുൻപന്തിയിൽ നിൽക്കുന്നു കൃഷ്ണഗീതി കാവ്യം. കാരണം അത് ഗീതിയാണ്. ഗീതി എന്ന് പറഞ്ഞാൽ നൃത്തവും നാട്യവും, നൃത്തം എന്ന് പറഞ്ഞാൽ നൃത്തം മാത്രമല്ല, നൃത്യവും നാട്യവും അതിൻ്റെ ഒപ്പമുണ്ട്. കാരണം എന്താ വെച്ചാൽ കലയുടെ ഒരു അങ്കുരിതാവസ്ഥയും പല്ലവിതാവസ്ഥയും ഒക്കെയാണ് നൃത്യവും നാട്യവും. കല ഉണ്ടാകുന്നത്, തുടങ്ങുന്നത് നൃത്തത്തിലാണ്. നൃത്തം കുറച്ചുകൂടി വളരുമ്പോഴാണ് അത് നൃത്യമാകുന്നത്. നൃത്യമെന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിൽ നൃത്തം എന്ന് പറയുന്നത് ഒരു അങ്കുരഭാവമാണ്, അതിൻ്റെ ബീജഭാവമാണ്. പിന്നെ അത് പല്ലവിതമാവും, പിന്നെ അത് ഫലിതമാവും, പഴങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു 3 അവസ്ഥകളാണ്, വളർച്ചയുടെ അവസ്ഥകൾ നമുക്ക് നാട്യത്തിൽ കാണാൻ പറ്റും. അതാണ് ഏതൊക്കെ? നൃത്തം, നൃത്യം, നാട്യം എന്ന് പറയുന്നത്. കൃഷ്ണനാട്ടം ചില അംശങ്ങളിൽ നൃത്തമാണ്, പക്ഷേ മറ്റു പല അംശങ്ങളിലും അത് നൃത്യമാണ്. ചുരുങ്ങിയ കുറെ രംഗങ്ങൾ നാട്യപ്രധാനവുമാണ്. ഇങ്ങനെ ഒരു ഫുൾ തിയേറ്ററുണ്ട്. ഒരു തിയേറ്ററിന് എന്തൊക്കെ വേണമോ അതെല്ലാം പൂർണ്ണമായിട്ടുള്ള ഒരു കലാരൂപമാണ് കൃഷ്ണനാട്ടം എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചത്. അതായത് ഭഗവാന്റെ ഭക്തി അതിൻ്റെ എല്ലാ പാരമ്യത്തിലേക്ക് കൊണ്ടുവന്ന് വലിയൊരു അനുഭൂതി തലത്തിൽ മറ്റ് രസങ്ങളെയൊക്കെ നിഷ്പ്രഭങ്ങളാക്കി. മധുസൂദന സരസ്വതിയൊക്കെ പറയുന്നുണ്ടല്ലോ, അദ്ദേഹം പറയും ശൃംഗാരാദി രസങ്ങളെല്ലാം ലോകത്തിൽ നമ്മൾ ആസ്വദിക്കുന്ന ഒരുപാട് ചിത്രവൃത്തികളുണ്ട്, രസങ്ങളുണ്ട്. ശൃംഗാരം, കരുണം, വീരം, രൗദ്രം എന്നൊക്കെ പറയുന്നത്. ഈ രസങ്ങളൊക്കെ നിഷ്പ്രഭങ്ങളാണ്, മിന്നാമിനുങ്ങളുടെ പ്രകാശമേ അവയ്ക്കുള്ളൂ എന്നാണ് മധുസൂദന സരസ്വതി എന്ന് പറയുന്ന പരമഭക്തനായിട്ടുള്ള ഒരു വേദാന്തി പറയുന്നത്. വലിയ തത്വജ്ഞാനിയാണ്, പക്ഷെ പരമഭക്തനുമാണ്. ശുഗനെ പോലെയും നാരദനെ പോലെയൊക്കെയുള്ള ഒരാളാണ് മധുസൂദന സരസ്വതി. ശങ്കരാചാര്യ പരമ്പരയിൽ വരുന്ന ഒരു വലിയ യോഗിവര്യനാണ്. അദ്ദേഹം പറയുന്നത് ഭക്തിക്ക് ആദിത്യന്റെ പ്രഭയാണ്, സൂര്യന്റെ പ്രഭയാണ് ഭക്തിക്ക്. മറ്റുള്ള രസങ്ങൾക്കൊക്കെ വെറും മിന്നാമിനുങ്ങളുടെ ഭക്തിയുള്ളൂ, പ്രകാശമേ ഉള്ളൂ. അവയുടെ വ്യത്യാസം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയുള്ള ആ ചിത്തവൃത്തികളെ, നമ്മുടെ അന്ധകരണ വൃത്തികളെ നാം ആസ്വദിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈശ്വര വിഷയകമായ ഭക്തിയാണെന്നും ആ ഭക്തി അതിൻ്റെ നിറഞ്ഞ വീതി നടത്തിയാടുമ്പോൾ അതിൻ്റെ ചമത്കാരത്തിൽ മറ്റ് എല്ലാ ചിത്രവൃത്തികളും ഉണ്ടാകും എന്നാണ് മധുസൂദന
മധുസൂദന സരസ്വതി പറഞ്ഞതിൻ്റെ കാര്യം. അപ്പം അങ്ങനെയുള്ള ഒരു ഭക്തിമയമായ കാവ്യമാണ് കൃഷ്ണഗീതി കാവ്യം. നാരായണീയത്തിനും കൃഷ്ണഗീതിക്കും തമ്മിലുള്ള ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു അന്തരം, സാമ്യം ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ അതിൻ്റെ വൈജാത്യം എന്താണെന്ന് ചോദിച്ചാൽ, നാരായണീയം ഭാഗവതത്തിലെ 10 അവതാരങ്ങളെയും ഭാഗവത കഥ തന്നെ പൂർണ്ണമായി സംഗ്രഹിച്ച് അതിൻ്റെ സംഗ്രഹരൂപമായിട്ടുള്ളതാണ് നാരായണീയം. എല്ലാ സ്കന്ധങ്ങളും അതിലുണ്ട്, എല്ലാ സ്കന്ധങ്ങളുടെ കഥകളും അതിൽ സംഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കൃഷ്ണഗീതി അങ്ങനെയല്ല. കൃഷ്ണഗീതിയിൽ കൃഷ്ണ അവതാരം മാത്രമേ ഉള്ളൂ. ദശമം ഏകാദശം 10, 11 എന്ന 2 സ്കന്ധങ്ങളുടെ സാരസംഗ്രഹം ആണ്. അതെടുത്ത് അത് രംഗത്തിൽ എങ്ങനെ പ്രയോഗിച്ചാൽ മനോഹരമാകും എന്ന് കൃത്യമായി മനസ്സിലാക്കി, കേവലം കേട്ടാസ്വദിക്കാൻ മാത്രമല്ല, കേട്ടാസ്വദിക്കുകയും ആവാം, പക്ഷേ അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ രംഗാവതരണ സാധ്യത, അത് എത്രത്തോളം മനോഹരമായൊരു ഉത്തമമായ നാട്യശില്പമായി കൃഷ്ണനാട്ടം അവതരിപ്പിക്കാൻ കഴിയും, കൃഷ്ണഗീതി അവതരിപ്പിക്കാൻ കഴിയും എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ആണ് മാനവേദ സാമൂതിരി കൃഷ്ണഗീതി കാവ്യം രചിക്കുന്നത്. അപ്പോൾ കൃഷ്ണകഥ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അത് വിസ്തരിച്ച് ആടാനുള്ള സമയം കിട്ടും. കൃഷ്ണന്റെ അവതാരം മുതൽ തുടങ്ങി സ്വർഗാരോഹണം വരെ ഞാൻ പറഞ്ഞ പോലെ അവതാരം, കാളിയമർദ്ദനം, ഇങ്ങനെ രാസക്രീഡ, ഇങ്ങനെ തുടങ്ങി കംസവധം, സ്വയംവരം, ഇങ്ങനെയുള്ള കഥകൾ തുടങ്ങി വീടവധം കഴിഞ്ഞ് സ്വർഗാരോഹണം വരെയുള്ള കഥ. ഈ 8 കഥ, ഇതുകൊണ്ടാണ് കൃഷ്ണാഷ്ടകം എന്നുള്ള പേര് വന്നത് എന്ന് ഞാൻ പറയട്ടെ. 8 കഥകൾ ഉള്ളത് കൊണ്ടാണ് കൃഷ്ണാഷ്ടകം. അത് നാടക രൂപത്തിലാണ് അവതരിപ്പിക്കുന്നതുകൊണ്ട് കൃഷ്ണ നാടകം എന്നതിന് പേരുള്ളത്. പിന്നെ ഈ അഷ്ടമട്ടകം എന്നുള്ളതൊക്കെ വേദത്തിലൊക്കെയുള്ള പ്രയോഗങ്ങളാണ്. നമ്മൾ വർക്കം, അട്ടം എന്നൊക്കെയാണ് ഋഗ്വേദത്തിലെ ഈ മന്ത്ര സ്വരൂപങ്ങളെ പറയുക. അപ്പോൾ ആ രീതിയിൽ അതിനെ പറയുന്നതെന്ന് പറയാം. എന്തായാലും കൃഷ്ണഗീതിയുടെ ഈ കൃഷ്ണഗീതി കാവ്യം രൂപപ്പെടുത്തുന്നത് ഭാഗവതത്തെ ആധാരമാക്കി ഭാഗവതത്തിലെ ദശമ ഏകാദശ സ്കന്ധങ്ങളുടെ കഥ, അതായത് ശ്രീകൃഷ്ണ അവതാര കഥ, അത് ഏറ്റവും ഭംഗിയായി രംഗപ്രയോഗം ചെയ്യുന്ന ഒരു കലാരൂപമായിട്ടാണ് കൃഷ്ണനാട്ടം ഇന്ന് നാം കാണുന്നത്. ഇവിടെ കൃഷ്ണനാട്ടം, അപ്പോൾ നാരായണീയവും കൃഷ്ണനാട്ടവും തമ്മിലുള്ള ഭേദം നമുക്ക് മനസ്സിലായി. പക്ഷേ ഇത് മാത്രമല്ല, കൃഷ്ണനാട്ടം ഒരു കാലഘട്ടത്തിൻ്റെ മുഴുവൻ ഒരു സിഗ്നേച്ചറാണ്. ഒരു 12-13 നൂറ്റാണ്ട് മുതൽക്ക് തുടങ്ങി ഏതാണ്ട് ഒരു 17-18 നൂറ്റാണ്ട് വരെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന വൈഷ്ണവ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ആകെത്തുകയാണ് കൃഷ്ണഗീതി എന്ന് പറഞ്ഞാൽ അത് തെറ്റാവില്ല. കാരണം വടക്കിൽ നിന്ന് തുടങ്ങി ഉത്തരേന്ത്യയിൽ നിന്ന് തുടങ്ങി പല പല വൈഷ്ണവ കലാരൂപങ്ങളും, കാവ്യങ്ങളും, നാടകങ്ങളും, പ്രാദേശിക കലാരൂപങ്ങളും, ഈവൻ നോർത്ത് ഇന്ത്യയിലെ പല ഗിരിവർഗക്കാര് അഭിനയിക്കുന്ന വലിയ അക്ഷരാഭ്യാസമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, സമൂഹത്തിൽ നമ്മൾ താഴ്ന്ന നിലയിലുള്ളവരാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന കുറേ ആളുകൾ അവർ അവതരിപ്പിക്കുന്ന പല കലാരൂപങ്ങൾ, ആ കലാരൂപങ്ങളിലൊക്കെ കൃഷ്ണനാട്ടത്തിൻ്റെ ഇത് കാണാം. അതിൽ നിന്നൊക്കെ കൃഷ്ണനാട്ടം സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ